ഓണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. സമൃദ്ധിയോടെ ഓണമുണ്ണാൻ കേരളം ഉത്രാടപ്പാച്ചിലേക്ക് കടന്നു കളഞ്ഞു. ഓണവിപണിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂക്കളം ഒരുക്കാനും സദ്യവട്ടത്തിനുമൊക്കെയുള്ള ഓട്ടപ്പാച്ചിലിന്റെ തിരക്കിലാണ് മലയാളികൾ എല്ലാവരും. ആദ്യം നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ആ മഴയത്തും തോരാത്ത ഓണം ആവേശമാണ് ഇടുക്കിയിൽ. ഇടുക്കി പടുകയിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നു. നിലവിൽ നടക്കുന്നത് അവിടെ തലയണയടി മത്സരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ, മഴ പെയ്യുന്നുണ്ട്, കുട പിടിക്കുന്നുണ്ട്. അപ്പോ ഈ മഴയത്തും പക്ഷെ ആവേശം ഒട്ടും ചോരുന്നില്ല അല്ലേ? തലയണ അടിയാണോ ഇപ്പൊ അവിടെ? റോഷ്നി, മഴയത്തും തോരാത്ത ആവേശമാണ്. ആവേശോജ്വലമായ തലയണയുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്ന പോലെ അടിതെറ്റി ഒരാൾ നിലത്ത് വീടിരിക്കുകയാണ്. ഇത് പടുക എന്ന സ്ഥലത്താണ് നടക്കുന്നത്. റിപ്പോർട്ടർ ടിവിയും കിഴക്കേ മാട്ടുകെട്ട ജനകീയ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഊഞ്ഞാൽ 2026 എന്ന പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴയാണ് റോഷ്നി, ശക്തമായ മഴയുണ്ട്. ഈ ആളുകളെല്ലാം ഇവിടെയുള്ള നാട്ടുകാരാണ്. പക്ഷേ മഴ നനഞ്ഞുകൊണ്ടും ഈ ആവേശം ഒട്ടും ചോരാതെ തലയണാടി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തലയണാടി മത്സരം നടന്നിരുന്നു. അന്ന് അടിയുടെ ഊർജം കൊണ്ട് തലയണ പൊട്ടി അതിനകത്തുണ്ടായിരുന്ന പഞ്ഞിയൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നല്ല ശക്തമായിട്ടുള്ള തുണി കൊണ്ടാണ് ആ തലയണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നാട്ടുകാർ തന്നെ ഈ തലയണയുടെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ മത്സരത്തിൽ മാത്രമായിരിക്കും അടിക്കട 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 എന്ന് പറയുന്നത്. സാധാരണ അടിക്കാൻ ആളുകൾ പ്രേരിപ്പിക്കുന്നതല്ല, പക്ഷേ ഇത്തരത്തിലുള്ളൊരു മത്സരത്തിൽ അടിച്ച് താഴെ ഇടട എന്ന് ഈ ആളുകൾ ആവേശത്തോടെ പറയുകയാണ്. എന്തായാലും ആളുകളെല്ലാം, ഈ നാട്ടുകാരെല്ലാം വലിയ ആവേശത്തിലാണ്. ആവേശം ഒട്ടും ചോരാതെ മഴ ശക്തമായി പെയ്യുന്നു. അതാണ് റോഷ്നി, ഇതാണ് ഇവിടുത്തെ ആവേശം. വലിയ ആവേശത്തിൽ ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് കപ്പിൾസ് പാളവലി ഉണ്ടായിരുന്നു, കുട്ടികളുടെ വിവിധതരം മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 4 മണിക്കാണ് കേരളത്തിൽ ഇടുക്കിയിൽ മാത്രം നടക്കുന്ന തടി ചുമട് മത്സരം നടക്കാൻ പോകുന്നത്. ഒരു 180 കിലോ തൂക്കമുള്ള ഒരു തടി ചുമന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ആളുകൾക്ക് സമ്മാനം നൽകുന്ന ഒരു മത്സരമാണ് തടി ചുമട് മത്സരം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകളൊക്കെ കൊട ചൂടി ഈ മത്സരം ആവേശോജ്വലമായി ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മത്സരങ്ങൾ ഈ പടുകയിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. രാത്രി വരെ ഈ മത്സരങ്ങൾ തുടരും. നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ മത്സരങ്ങളുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. റോഷ്നി, രാഹുൽ, ഞാൻ വിചാരിച്ചത് ഉത്രാടമൊക്കെയാണ്. അപ്പോ നാളെ തിരുവോണത്തിന് ഉണ്ടാക്കേണ്ട പായസം, വിഭവങ്ങൾ, ഇതൊക്കെ വാങ്ങാൻ മാർക്കറ്റിലായിരിക്കും ഇന്ന് മുഴുവൻ ആളുകളെന്നാണ് കരുതിയത്. കാരണം ഇപ്പൊ ക്യാമ്പസിലും മറ്റ് ക്ലബ്ബുകളുടെ ഒക്കെ ഭാഗമായുള്ള ഓണക്കളികളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഈ കാഴ്ച കാണുമ്പോഴാണ് ഇതിവിടെ ഒന്നും തീരില്ല അല്ലേ? അപ്പൊ ഇവരൊക്കെ എങ്ങനെ, അവരോട് ചോദിക്കാം നമുക്ക്. നാളെ ഇപ്പൊ തിരുവോണത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ? അതോ രാവിലെ നേരത്തെ പോയി മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി വന്നുള്ള ഗെയിമിൽ പങ്കെടുക്കലാണോ നമ്മൾ ഈ കാണുന്നത്? അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം നമുക്ക്. രാഹുൽ, റോഷ്നി, ഈ ആവേശം കാണുമ്പോൾ സാധനങ്ങൾ നാളെ ഇപ്പോൾ സദ്യ കഴിച്ചാലും കുഴപ്പമില്ല. ഒന്ന് ക്യാമറ താഴേക്ക് പാൻ ചെയ്താൽ കാണാൻ സാധിക്കും മുട്ടൊപ്പം ചെളിയിലാണ് ഈ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാധാരണ ചെളി കാണുമ്പോൾ മാറി നിൽക്കുന്ന ആളുകൾ ഈ മുട്ടൊപ്പം ചെളിയിൽ നിന്നുകൊണ്ടാണ് ഈ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സംഘാടക സമിതിയിലെ അംഗങ്ങൾ കൂടി ചേരുന്നുണ്ട്. നാളെ ഇപ്പോൾ തിരുവോണമാണ്. ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലെ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഇല്ലില്ല, ഇന്നത്തെ ഇവിടുത്തെ ഓണപരിപാടി കാരണം ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. എല്ലാം നാളെ തന്നെ വെച്ചേക്കുക. മുട്ടൊപ്പം ചെളിയിലാണ് നമ്മുടെ മത്സരങ്ങളെല്ലാം. നമ്മുടെ അന്നേരം ഓണമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് വിഷയുടെ, എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? നല്ല മഴയാണ്, പ്രതീക്ഷിച്ചേക്കാം. നല്ല മഴയുണ്ട്. മത്സരങ്ങൾ തത്സമയം കാണാം, അതോടൊപ്പം പ്രതികരണം എടുക്കാം. മഴയെല്ലാം മാറ്റി വെച്ചു. റിപ്പോർട്ടറിന്റെ കൂടെ ഓണം അടിപൊളി കെങ്കേമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. സദ്യയും വിഭവ സമൃദ്ധമായ സദ്യ നമ്മൾ ഉച്ചയ്ക്ക് കൊടുത്തു അല്ലെ? അതെ അതെ, അടിപൊളിയായിട്ടുള്ള സദ്യ. വന്ന എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള സദ്യ കൊടുത്തു. ഇനിയും കുറെ ആവേശങ്ങളുള്ള മത്സരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. തടിചോട് മത്സരമുണ്ട്, ഗാനമേളയുണ്ട്, വടംവലിയുണ്ട്, എല്ലാ സ്ത്രീകളുടെ വടംവലിയുണ്ട്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഒക്കെ വടംവലി ഇനിയുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? മഴയൊക്കെ നനഞ്ഞ് പരിപാടി കാണുകയാണോ? അതാണ് ഈ ഒരു നാട്ടിൻപുറമാണ് റോഷ്നി. പടുക എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറമാണ്. ഈ നാട്ടിലെ ആളുകളെല്ലാം ചേർന്നാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഹലോ, എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയാണോ? മഴയൊക്കെ നനഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ല. ചേച്ചി, വീട്ടിലെ സദ്യവട്ടങ്ങളൊക്കെ എന്തായി? നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചോ? സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടാണ് ഇവിടെ പരിപാടിക്ക് വന്നേക്കുന്നത്. മഴയൊക്കെ ഫുൾ നനഞ്ഞല്ലോ.
കുഴപ്പമൊന്നുമില്ല. ഇല്ല. മഴ നനഞ്ഞ് ഇനിയും മത്സരം കാണും. അതാണ് റോഷ്നി, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ മാതാപിതാക്കളെന്നോ അങ്ങനെ ഒരു വേർതിരിവും ഇല്ലാതെയാണ് സാധാരണക്കാരായ ഈ പടുക എന്ന സ്ഥലത്ത് റിപ്പോർട്ടർ ടിവിയും കിഴക്കേ മാട്ടുകെട്ട ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഊഞ്ഞാൽ 2026 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും മഴയുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വലിയ മഴ ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല. അവിടെ പന്തലിട്ട് വെച്ചിട്ടുണ്ട്, ആ പന്തലിന്റെ അകത്ത് മത്സരങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കപ്പിൾസ് പാളവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇത്തരത്തിൽ പൊതുവിടങ്ങളിൽ നടത്തിയാൽ മാത്രം, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നടത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ ആവേശം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന പന്തലിന്റെ അകത്ത് കുറെ സമയം മുമ്പ് വിവിധ തരം മത്സരങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആവേശം പരകോടിയിൽ എത്തുമ്പോഴാണ് ഈ മത്സരങ്ങൾ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ആളുകളൊക്കെ, കുട്ടികളൊക്കെ മഴയത്ത് നനഞ്ഞ് ചെളിയിലൊക്കെ നടന്ന് ഇങ്ങനെ ഈ മത്സരങ്ങൾ വീക്ഷിക്കുന്ന ഒരു തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അപ്പുറത്ത് മഴയത്ത് ഊഞ്ഞാലാടുന്ന ദൃശ്യങ്ങൾ കുറച്ചപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്ന ഭാഗത്ത് 2 ഊഞ്ഞാൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഊഞ്ഞാല് ഈ മഴയത്ത് ആളുകൾ ആടുകയും ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന വെള്ളം ഇടുക്കി ഡാമിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം കൂടിയാണ്. ജലനിരപ്പ് 2380 അടിയൊക്കെ എത്തുമ്പോൾ ഇവിടെ നിറഞ്ഞ് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് ഇവിടം വരെ കയറി വരും. അതുകൊണ്ടാണ് ഈ പടുക എന്ന സ്ഥലത്ത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രി ഗാനമേള ഉൾപ്പെടെ റിപ്പോർട്ടർ ടിവിയും കിഴക്കേ മാട്ടുകെട്ട ജനകീയ കൂട്ടായ്മയെ സംഘടിപ്പിക്കുന്ന ഈ ഓണോത്സവത്തിൽ ഉണ്ടാകും. റോഷ്നി, ശരി, പടുകയിൽ പൊടിപൊടിക്കുകയാണ് ഓണാഘോഷങ്ങൾ. രാഹുൽ അവർക്കൊപ്പം ചേർന്ന് എൻജോയ് ചെയ്യൂ, ഓണം നന്നായി ആഘോഷിക്കൂ. ലൈവ് കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി ആ തലയണടി മത്സരത്തിൽ ഒന്ന് പങ്കെടുത്തോളൂ.